ഹലോ ഹായ് ഹലോ. വെൽക്കം ടു മൂവീസ് കപ്പിൾ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വിസ്മയ മോഹൻലാൽസ്. തുടക്കം. ഉം. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു വെച്ചാൽ വിസ്മയിപ്പിച്ചോ? മൂവി മൊത്തത്തിലെ വിസ്മയിപ്പിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിസ്മയിപ്പിച്ചില്ല. പക്ഷേ അതിനർത്ഥം അത് പൊട്ട സിനിമയെന്നല്ല, നല്ല മൂവിയാണ്. നല്ല മൂവിയാണ്. നല്ലതായിരുന്നു കേട്ടോ വിസ്മയ. നല്ല ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്നതാണെന്ന് ഉള്ള ഒരു ഇത് തോന്നിയില്ല. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ക്യാരക്ടർ പറ്റുന്ന രീതിയിൽ നല്ലവണ്ണം കൈകാര്യം ഉറപ്പാണ് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറൈസേഷൻ വിസ്മയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള നല്ല അത് എഴുത്തായാലും ഡയലോഗ്സ് ആയാലും എല്ലാം വിസ്മയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഫോർമേഷനാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കൊച്ചിന്റെ ചിരിയാണ് കേട്ടോ. എന്ത് അതെ, അതെ. നിഷ്കളങ്കം, എന്ത് ക്യൂട്ടായിട്ടുള്ളൊരു അതിന് ചിരിയാണ്. പറ്റിയ രീതിയിലാണ് ആ ഒരു കുഞ്ഞിലെ അതിന്റെ ഒരു ചെറുപ്പകാലം കാണിക്കുന്ന കണ്ടില്ലേ? അതെ, ആ അതെ, പിള്ളേർക്ക് പോലും ആ സെയിം ചിരിയാണ് അതെ, കൊടുത്തിരിക്കുന്നത്. അതെ, എങ്ങനെ അതെ. തപ്പിയെടുത്തെന്ന് ഒരു പിടുത്തവും ഇല്ല. ഏതായാലും അതുകൊണ്ടെല്ലാം നല്ലൊരു മൂവിയാണ്. നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് വില്ലൻ കഥാപാത്രമാണെങ്കിലും നമ്മുടെ ആന്റണി പെരുമ്പാവൂരിന്റെ മോനാണ് അഭിനയിച്ചിരിക്കുന്നത്. അതും ആദ്യമേ ആ ഒരു ക്യാരക്ടറെ കാണിക്കുന്നത് എനിക്ക് ഇച്ചിരി ഒരു ഇതായിട്ട് തോന്നി. ഒരു ഇച്ചിരി വയലൻസ് പോലെ തോന്നി. ഇച്ചിരി ഒരു ഇച്ചിരി ഒരു ചോര, ഒരു അതെ, ആളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാട്ടോ. കാരണം അധികം അതിന് അധികം വേണം. ഡയലോഗ്സ് ഒന്നുമില്ല. അപ്പം അദ്ദേഹത്തിന്റെ ഇങ്ങനത്തെ കുറച്ച് ഷോർട്സിൽ കൂടെയാണ് ഇത് ഭയങ്കര കൊടൂരമായ ഒരു വില്ലനാണ് ഉം. എന്ന് കാണിക്കണമായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും അത് കാണിച്ചത്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സിനിമ മുഴുവൻ ഒരു 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്നു. അതെ. കാരണം ഇവൻ ഇങ്ങനെ ഉള്ളത് ഇവനിങ്ങനെ ബാക്കിൽ ഉള്ളത് കൊണ്ട് ഇൻട്രസ്റ്റിംഗ് എന്റെ അത് അടുത്ത അടുത്ത് എന്തുള്ളത്. എന്തെങ്കിലും സംഭവിക്കും നമുക്കറിയാം. അത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരു നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തും. ഫസ്റ്റ് ഹാഫ് വരെ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് നമ്മൾ ബിൽഡ് ചെയ്ത് പോകുന്ന പോലെ അല്ലേ? സെക്കൻഡ് ഹാഫിലേക്കുള്ള സെക്കൻഡ് ഒരു ഹാഫിലേക്ക് അതെ, അതെ, വന്നിട്ടില്ല. അതെ. നമ്മളെ ഇരുത്തുന്നുണ്ട്, നല്ല രീതിയിൽ ചെറിയൊരു ഇരുത്തുന്നുണ്ട്. അതായത് സോഷ്യലി റെലവന്റ് ആയിട്ടുള്ള ചെറിയൊരു സ്റ്റോറിയാണ്. ഉം. സബ്ജക്റ്റ് സോഷ്യലി വളരെ റെലവന്റ് ആണ്. പക്ഷെ ചെറിയൊരു കഥ. പക്ഷെ അത് അടിപൊളിയായിട്ട് ഈ ഈ പറഞ്ഞ പോലെ 2.5 മണിക്കൂർ നമ്മളെ എൻഗേജ് ചെയ്ത് ഫുള്ളി ഒരു ബോർ അടിപ്പിക്കാതെ ലാഗ് ചെയ്യിക്കാതെ കൊണ്ടുപോയി. അതാണ് ജൂഡ ആന്റണിയുടെ ഒരു ഒരു മികവാണ്. നമ്മൾ ഓം ശാന്തി ഓശാനയൊക്കെ ചെയ്ത അതേ ഡയറക്ടർ 2018. പുള്ളിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. പുള്ളി പറയുന്ന സബ്ജക്റ്റുകളൊക്കെ വളരെ ചെറുതാണെങ്കിലും വളരെ 2018 ചെറുതല്ല. നമുക്ക് വലിയ സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ ബാക്കി എല്ലാ മൂവീസും ശ്രദ്ധിച്ചാൽ ചെറിയ സബ്ജക്റ്റാ. ഉം. പക്ഷെ ഈ പറഞ്ഞ പോലെ പുള്ളി അധികം ലാഗ് ചെയ്യിക്കാതെ ഇവ സാറ മൂവി ആണെങ്കിലും ഉം. എനിക്ക് ആ കോൺസെപ്റ്റിനോട് എനിക്ക് യോജിപ്പില്ലെങ്കിലും പുള്ളി ഉം. എടുത്തിരിക്കുന്ന മൂവിയുടെ ആ ഒരു എടുത്തിരിക്കുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതുപോലെ ലാലേട്ടന്റെ അത് കഥാപാത്രം. മാത്രമേ ഉള്ളൂ നമുക്കൊരു ഇതായിട്ട് തോന്നി അല്ലേ? അത് മറ്റൊന്നും കണ്ടല്ല. നല്ല രീതിയിൽ എൻഗേജിംഗ് ആയിട്ട് ആ വന്ന മൂവി മൂവി. പൊക്കോണ്ടിരുന്ന സാധനത്തിനെ പെട്ടെന്ന് ആ, ലാലേട്ടൻ ഒത്തിരി തവണ വന്നു പോയി. അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നൊന്നും അറിയത്തില്ല കേട്ടോ. അത് ഈ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കാര്യം അതിന്റെ ഫ്ലോ അങ്ങ് ഉം. കളഞ്ഞു. കാരണം ലാലേട്ടൻ പറയുന്ന പല ഡയലോഗ്സും അത് ആ കഥാപാത്രം മറ്റേ കഥാപാത്രം പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ലാലേട്ടൻ പുള്ളിയുടെ സ്വന്തം മോള് അതായത് റിയൽ ലൈഫിൽ വിസ്മയോട് പറയുന്ന പോണക്കത്തെ ചില ഡയലോഗ്സ് ആണ്. ഡയലോഗ്സ് ആയിട്ട് അത് പോയി. അതിനായിട്ട് നമുക്ക് ഒരു പെൺകുട്ടീനെ എന്തെങ്കിലും രീതിയിൽ നമ്മള് ഒരു മാർഷൽ ആർട്സ് അല്ലേ? പഠിപ്പിക്കണമെന്ന് നമുക്ക് തോന്നും. ഈ മൂവി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗുണം എന്താന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ വിസ്മയാണെങ്കിലും ആ ക്യാരക്ടർ നല്ലവണ്ണം ചെയ്തിട്ടുണ്ട്. വിസ്മയ ഒരു ഇതിൽ വന്നപ്പോഴേക്കും മനുഷ്യൻ ഓർക്കുന്നില്ലേ, ഭയങ്കര കയ്യടിയായിരുന്നു. ഒരു ഒരു ഷോട്ട് ഒരു ഒരു പർട്ടിക്കുലർ ഷോട്ടിൽ ഷോട്ട് അത് നമ്മൾ പറയുന്നില്ല ഷോട്ട് എന്താന്നുള്ളത്. നിങ്ങൾ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ അത് ഷോട്ടിൽ കാണുമ്പോൾ കിഡിലൻ ഷോട്ട്. നമ്മൾ ഭയങ്കര എഴുന്നേറ്റ് കൈയടിക്കുന്ന പോണക്കത്തെ കയ്യടിയായിരുന്നു. ഒരു ഷോട്ട്. കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ, എല്ലാം കൂടി വന്നപ്പോഴത്തേക്ക് പെർഫെക്റ്റ് സാധനം. ആ ഒരു ഷോട്ട് അടിപൊളിയായിരുന്നു. നമുക്ക് ആ ലാലേട്ടൻ ഒരു വന്നപ്പോൾ പോലും നമുക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല. പുഷ്പം കിട്ടിയില്ല. പക്ഷെ വിസ്മയുടെ ആ ഒരു പർട്ടിക്കുലർ ഷോട്ട് നല്ല അടിപൊളിയായിരുന്നു. അത് നമുക്ക് കാണുമ്പോഴേ തന്നെ മനസ്സിലാകും ആൾക്കാർ എത്രത്തോളം ഉൾക്കൊണ്ടു ആ മൂവീനെ നമ്മൾ ഇന്ന് എന്നുള്ളത്. തിയേറ്ററിൽ മുഴുവൻ ആ ഷോട്ടിന് ഭയങ്കര കയ്യടിയായിരുന്നു. ഭയങ്കര കയ്യടിയായിരുന്നു. കയ്യടിയായിരുന്നു. ഞാനും കയ്യടിച്ചായിരുന്നു. മ്യൂസിക് മ്യൂസിക്. ജെയ്ക്സ് ബിജോയ് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പുള്ളി പറയുന്നില്ല. പുള്ളി ഓരോ സിനിമ കഴിയുമ്പോഴും നമ്മളിങ്ങനെ അല്ലേ എല്ലാ സിനിമയിലും പുള്ളിയുടെ എനിക്ക് പക്ഷെ അത്രത്തോളം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ദൈവമേ. ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ ഈ ഓക്കെ. ബിജിഎം എനിക്ക് അടിപൊളിയാണ്. അതിനകത്ത് ഒരു പാട്ടേ ഉള്ളൂ. ആ പാട്ട് ഒരു നോർമൽ പാട്ടാണ്. അത് അത്ര ഇതല്ല ശരിയാണ്. പക്ഷെ ബിജിഎം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് പിന്നെ ആ ഒരു കുഞ്ഞു മൂവിയാണ്. അതിന് അത്രയൊക്കെ ഉള്ളൂ ചെയ്യാനായിട്ട്. അതിനപ്പുറത്ത്
നമ്മള് ര- രജനി അണ്ണന്റെയോ അല്ലെങ്കിൽ വിജയുടെ പടം കാണുന്ന ഒരു എഫക്റ്റ് ഒന്നും കിട്ടില്ലല്ലോ. ആ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക് ഈ മൂവിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടേത് മാത്രമാണ്. ഇപ്പം പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. ചിലവർക്ക് ഈ മൂവി കണ്ടു കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരാം, ചിലവർക്ക് ഒട്ടും ഇഷ്ടമില്ലെന്ന് വരാം. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു നല്ല മൂവി ആയിരുന്നു കേട്ടോ, കാണാം. പിള്ളേർക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതില് ഞങ്ങള് ഒരു പേരന്റ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കാണിക്കത്തില്ലായിരിക്കും കേട്ടോ. അവര് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ നിൽക്കുന്നുണ്ട്. അതായത് ചില വയലൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ പിള്ളേരെ അനുകരിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കാണിക്കാൻ ഇരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചില കുട്ടികളുണ്ട് ഇതൊക്കെ ഒരു നോർമലായിട്ട് ഇപ്പം നമ്മൾ പല മൂവീസ് ഇപ്പം വയലൻസ് അവർക്ക് ഒരു പടവും അങ്ങനെയാണ് ഇപ്പം കാണിക്കാൻ പറ്റാതെ വരും. കാരണം ഇപ്പം ഉള്ള എല്ലാ പടത്തിനകത്തും വയലൻസ് ഉണ്ട്. അപ്പം അത് ഒരു നോർമൽ ഇപ്പൊ നോർമലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷെ ചില കുട്ടികളും കൊണ്ടല്ലോ ഇതൊക്കെ അനുകരിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കുട്ടികളെ ഇപ്പൊ അനുകരിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പൊതുവേ ഇച്ചിരി റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം വയലൻസ് ആ മൂവിക്ക് അത്യാവശ്യമാണത്. അങ്ങനെ ഒരു മൂവിയാണ്. അതിപ്പോ നമ്മൾക്ക് തെറ്റ് പറയാനായിട്ട് പറ്റത്തില്ല. ആ ഒരു ക്യാരക്ടറിന്റെ ഇത് മൊത്തത്തിലേ കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വയലൻസ് അത് കാണിച്ചേ പറ്റൂ അല്ലേ? ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.